ഇത് കൂടെ നമ്മുടെ ഇതിങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ടോ, ആലൂന്ന് വീണോണ്ടിരിക്കുന്നുണ്ടോ മെഷീന്. ഇതാ വേറൊരു ചേട്ടൻ അതിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ റോളറാണ്, ആ സാധനം വെച്ചിട്ട് താഴത്തേക്ക് വീഴുന്നു. എന്താ ഈ ചേട്ടൻ അത് ഇങ്ങനെ കറക്റ്റ് ഒതുക്കി കൊടുക്കുന്നു. ഇതേ ഒരു സാധനം കഴിഞ്ഞ്, ഒരു വരി കഴിഞ്ഞ് അടുത്ത വരിക്ക് ആ സാധനം പൊക്കിയിട്ട് ബ്ലേഡ് പോലെ അതിൻ്റെ മുള്ള് കണ്ടോ, അതാണ് മണ്ണിൻ്റെ അടിക്ക് താഴ്ന്നത്, മുള്ള് പോലെ. ഗുജറാത്ത് തുടങ്ങിയിട്ട് 2-3 സ്ഥലം നമുക്ക് ടൗണുകൾ കിട്ടിയപ്പോൾ നമ്മൾ ഭയങ്കര നിരുത്സാഹപ്പെട്ടു. കാരണം ടൗണുകൾ എത്രത്തോളം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ആൻഡ് ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ പല രീതിയിലുള്ള കൃഷികളും ഗുജറാത്തിലുണ്ടായിരുന്നു. അത് ഇറങ്ങി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ടാസ്ക്, വേറെ ഒന്നുമില്ല. അതിൽ നമ്മൾ കോട്ടൺ കണ്ടു, കോൺ കണ്ടു, അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടു എന്ന് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിവിടെ ലിങ്കിൽ കൊടുക്കാം. ആൻഡ് ഇന്ന് നമ്മൾ അഹമ്മദാബാദ് നിന്നിട്ടും 40 കിലോമീറ്റർ ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു ഗ്രാമത്തിൽ വന്നേക്കാം. അതും ഞാൻ വെറുതെ ഒരു കോണ്ടന്റ് ആക്കിയിട്ടുണ്ട്, എങ്ങനെയാണ് നമുക്ക് ലിഫ്റ്റ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങൾ. ആൻഡ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ആലു കാണാനാണ്. ആലു എന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി ചെയ്യുന്നത് ഈ ഒരു വില്ലേജിലാണ്. ആൻഡ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇവിടെ ഹെക്ടറുകൾ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും വലിയൊരു ഗ്രാമം നിറച്ച് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ കൃഷി മാത്രമാണ്. ആൻഡ് അതിൽ നമ്മൾക്കൊരു കൃഷി കാണണം എന്ന് വിചാരിച്ച് വന്ന് ഇവിടുത്തെ അതിൻ്റെ കൃഷി നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഈ കിടക്കുന്ന സാധനം നോക്കി നിങ്ങൾ, മൊത്തം ആലു. എത്ര വെച്ചിട്ടാ ഇത് മൊത്തം ഇവിടെ പ്ലവ് ചെയ്തിട്ട് പോയേക്കാണ്. അവിടെ അതിൻ്റെ ട്രാക്ടർ അവിടെ കിടക്കുന്നുണ്ട്. ഒരിക്കലും നമുക്ക് കൃഷി ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇത് അതിൻ്റെ വിളവെടുപ്പ് കാണിച്ചു തരാൻ പറ്റും. നോക്കിയേ, അടിപൊളി ഉരുളക്കിഴങ്ങ് ഇവിടെ നമ്മുടെ ചുറ്റിനും കിടന്നുകൊണ്ടിരിക്കുക. അത് മൊത്തം ഒരു വരി മുതൽ ഒരു 200 മീറ്റർ ദൂരം വരെ അവരത് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് അതിങ്ങനെ പ്ലവ് ചെയ്തിട്ട് പോകും. അതിൻ്റെ സ്റ്റെപ്പുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ ഉണ്ടാവും ആദ്യം. ആൻഡ് ഈ സാധനമാണ് അവരെന്ത് ചെയ്യും, ട്രാക്ടർ, ഒരു ടൈപ്പ് ഓഫ് ട്രാക്ടർ. അത് ഈ ട്രാക്ടർ വെച്ചിട്ട് അവരിങ്ങനെ അത് വിളവെടുത്ത് പോകൊണ്ടിരിക്കും. ആൻഡ് അതിൻ്റെ പിന്നിൽ കൂടെ ഇതിങ്ങനെ കണ്ടോ, വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ വലിയ ഉരുളക്കിഴങ്ങുകൾ ഇങ്ങനെ വീണോണ്ടിരിക്കും ഓരോ വരിയിലും. ആൻഡ് അത് പിന്നെ ആൾക്കാർ വന്നിട്ട് ഇത് മാനുവലി പറക്കിയെടുക്കണം. ഭീകര ഭംഗിയായിട്ടോ ഇത് കണ്ടു നിൽക്കാൻ. നട്ടുച്ചയ്ക്ക് എനിക്ക് പ്രാന്താൻ തോന്നി പോയി വെയിലും കൊണ്ടിട്ട് ഇത് വീഡിയോ എടുക്കാനായിട്ട്. പക്ഷെ ഇതാണ് എൻ്റെ ഇഷ്ടങ്ങൾ, സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. ഈ സാധനങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദൂരം മറ്റേ നാട് വിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് കാണാൻ തന്നെ നമ്മുടെ നാട്ടിൽ എത്രത്തോളം ഇതെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ ഉരുളക്കിഴങ്ങോ അല്ലെങ്കിൽ കോട്ടണോ ഇതൊന്നും നമ്മുടെ നാട്ടിൽ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ ഇത് പുതിയ കാഴ്ചകളാണ്. ആൻഡ് ഇതൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരം വന്നിട്ടുള്ളത്. ഈ ഗുജറാത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞ ബ്ലാക്ക് അലുവിയൽ സോയിൽ. ഇവിടുത്തെ മണ്ണ് കിടക്കുന്നുണ്ടോ, ബ്രൗണിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കാണ്. അത് വീഡിയോയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല, ബ്രൗണിനേക്കാൾ കുറച്ചുകൂടി ഡാർക്കാണ്. സോ ഈ ഒരു മണ്ണാണ് നമുക്ക് കൃഷിക്ക് ഭയങ്കര അനുയോജ്യ. അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ വന്നാൽ ഒരുപാട് കൃഷികൾ കാണാം. നമ്മുടെ വീറ്റ്, ബാജറാത്ത്, ആലു, കോട്ടൺ, എല്ലാ സാധനങ്ങൾക്കും മണ്ണ് റിച്ച് ഇൻ ന്യൂട്രീഷൻ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു മണ്ണാണ്. ആൻഡ് ഇനിയും ഒരുപാട് സ്ഥലമുണ്ട്. ഗുജറാത്തിൻ്റെ ഏരിയ തന്നെ അത്യാവശ്യം 2ോ 3ോ അത്യാവശ്യം നല്ല ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കൃഷിയിടങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നുണ്ട്. ആൻഡ് ഇതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്താണ്. നോക്കിയേ, കിടക്കുന്ന കിടപ്പ് നോക്കിയേ. ഉയ്യോ, എത്ര നമ്മുടെ നാട്ടിൽ എത്ര ഇന്നത്തെ റേറ്റ് ഒന്നും എനിക്കറിയില്ല. ഇവരെത്രയ്ക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു നോക്കാം. പക്ഷെ അതിന് ആൾക്കാരാരെങ്കിലും കാണണം. ഗംഭീരമായിട്ട് പൊടി അടിക്കുന്നുണ്ട് ഈ വണ്ടി വരുമ്പോൾ തന്നെ. ആൻഡ് നമുക്ക് കാണിച്ചത് ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. എന്ത് രസം നോക്കിയേ. ഇത് കൂടെ ഇതിങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ടോ, ആലൂന്ന് വീണോണ്ടിരിക്കുന്നുണ്ടോ മെഷീന്. വേറൊരു ചേട്ടൻ അതിങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വരി വരുന്നനെ. ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനുള്ള ഭംഗി നോക്കി നിങ്ങൾ. അയ്യോ, ഭയങ്കര സാറ്റിസ്ഫൈങ് കേട്ടോ ഇത് കണ്ടു നിൽക്കാൻ തന്നെ. നല്ല രസമല്ലേ, ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മോളിക്ക് വീഴുന്നു. മണ്ണെല്ലാം കറക്റ്റ് ആ മെഷീൻ വെച്ചിട്ട്, ഒരു റോളറാണ്, ആ സാധനം വെച്ചിട്ട് താഴത്തേക്ക് വീഴുന്നു. എന്താ ഈ ചേട്ടനത് ഇങ്ങനെ കറക്റ്റ് ഒതുക്കി കൊടുക്കുന്നു. ഭീകര ഉരുളക്കിഴങ്ങോളാണ്, ചെറിയ ഉരുളക്കിഴങ്ങ്, നല്ല വലിപ്പമുള്ള ഉരുളക്കിഴങ്ങോളാണ്. ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ അധികം വരാറില്ലല്ലോ. നോക്കിയേ, 3 വരി ഉരുളക്കിഴങ്ങ് പറിച്ചതും ആ സാധനങ്ങൾ പറക്കാനുള്ളതുവാ. നൈസാണ് മക്കളെ, നൈസാണ്. അതും ഗുജറാത്തിലാണ്. ഒരു സാധനം കഴിഞ്ഞ്, ഒരു വരി കഴിഞ്ഞ് അടുത്ത വരിക്ക് ആ സാധനം പൊക്കിയിട്ട് ഫുള്ള് റൊട്ടേറ്റ് ചെയ്തു.
ആ സാധനം പൊങ്ങി നിൽക്കുന്നുണ്ടോ, അത് പൊങ്ങി നിന്നിട്ട് മൊത്തം റൊട്ടേറ്റ് ചെയ്യുന്നേ. അത് മൊത്തത്തിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് അത് അവിടെ താഴ്ത്തുള്ളൂ. ആൻഡ് ബ്ലേഡ് പോലെ അതിൻ്റെ മുള്ള് കണ്ടോ, അതാണ് മണ്ണിൻ്റെ അടിക്ക് താഴ്ന്നത്. മുള്ള് പോലെ അത് കണ്ടോ മണ്ണിൻ്റെ അടിക്ക് അങ്ങനെ പോയി. ഈ ബ്ലേഡും താഴ്ത്തി പോയി. ഇനി അത് ലോക്ക് ചെയ്ത് വീണ്ടും പറഞ്ഞ മണ്ണിനെ മൊത്തത്തിൽ കുത്തി പൊക്കുമ്പോഴാണ് അടി മുതലുള്ള സാധനങ്ങൾ മുകളിലേക്ക് വരുന്നത്. ഈ വണ്ടർ ഒരു വർക്കിംഗ് നോക്കിക്കേ. അവിടെ ഒരു ഷാഫ്റ്റ് വെച്ചിട്ട് ഇവിടെ ഒരു മോഷൻ വെച്ച് ഇതിലിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിലൊരു ചെറിയ വൈബ്രേഷൻ വന്നിട്ടാണ് ഇത് വർക്കാവുന്നത്. ഈ മണ്ണെല്ലാം താഴത്തേക്ക് പോകുന്ന ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് കാരണം അതാണ്. ഇവിടെ ഒരു റോളറൊക്കെ വെച്ചിട്ടുണ്ട്. ബെൽറ്റ് കൺവെയറും കറക്റ്റ് അതിന് ആ സ്ഥലത്തേക്ക് വീഴാനായിട്ടുള്ള ഒരു ഡീവിയേറ്ററും വെച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ? ഇതിനി പറക്കാൻ ആൾക്കാർ വരണം തോന്നുന്നു. ഇതിൻ്റെ ഈ വരിയുടെ ഡിസ്റ്റൻസ് ചുമ്മാ വെച്ചല്ല കേട്ടോ. ഈ ഒരു ട്രാക്ടർ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ കറക്റ്റ് ഉണ്ടോ ആ ടയറുകൾ മീറ്റ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ലെങ്ത് വെച്ചാണ്, കറക്റ്റ് അതിൽ മുട്ടുന്ന രീതിയിലാണ് വെച്ചാണ്. ആ വരിയുടെ ഉള്ളിൽ കൂടെയാണ് അതിൻ്റെ ടയർ വരുന്നത്. നമ്മളെപ്പോഴും വീഡിയോ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു സാധനം കൊണ്ടുപോകുന്ന ശീലമുണ്ട്. രാജസ്ഥാനിൽ നിന്ന് 2-3 കിലോയുടെ സാധനം നമ്മൾ നാട്ടിലേക്ക് എത്തിച്ചുള്ളത്. പക്ഷേ ഇതിൽ ഈ ഉരുളകിഴങ്ങ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്ന്, പക്ഷെ അത് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. ഭയങ്കര രസം കേട്ടോ. പച്ച തിന്നാൻ പറ്റാത്ത കാര്യം ടേസ്റ്റ് നോക്കാൻ പറ്റില്ല. ബട്ട് കൊള്ളാം, കണ്ടു നിൽക്കാൻ ഭയങ്കര രസം. അത് ഇങ്ങനെ പ്ലവ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്നത് കാണാൻ. ഈ ഫീൽഡ് അത്യാവശ്യം ഒരു വരി കഴിഞ്ഞു. ഇനി നമുക്കൊരു 3-4 വരിയേ ഉള്ളൂ. എന്തോ ഒരു ഭാഗ്യം നമുക്ക് ഈ 3-4 വരി കൂടിയും കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയത്. ഇതേവിടെ ചാക്കോണ്ട് മൂടിയിട്ടാണ് കണ്ടോ. ഈ മൂടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലും എന്താണ് പൊട്ടാറ്റോ ആണ്. ഇത് ഇവരെത്രയ്ക്കാണ് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ എത്ര കിലോന് ഇപ്പോഴത്തെ റേറ്റ് എന്നറിയുന്നവർ കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കട്ടെ എത്ര രൂപ ഉണ്ടെന്ന്. ആൻഡ് ഇതെല്ലാം നമ്മുടെ പണിക്കാർ വന്നിട്ട് ഇതിങ്ങനെ കൊട്ടയിൽ കൂട്ടിയിട്ടുകൊണ്ടിരിക്കും. ആൻഡ് അത് നേരത്തെ കാണിച്ച ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അതിങ്ങനെ കുന്നുകൂടി കൂട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ നോക്കിയാൽ കുന്നു കൂട്ടിക്കൊണ്ടിരിക്കും ഇവർ. നേരത്തെ അത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവരതൊന്ന് മൂടിയിട്ടെ. ഇപ്പോൾ അതാ വീണ്ടും അത് ആക്കി തുടങ്ങിയിട്ടുണ്ട്. ഓ എത്ര നോക്കിയാൽ. നമ്മളിവിടുന്ന് ഏതാണ്ട് അടുത്ത കൃഷി കൂടി എടുത്തിട്ടാണ് നമ്മളിവിടെ പോകുന്നത്. ഗുജറാത്ത് വന്ന് എന്തോരം കൃഷി നമ്മൾ കണ്ടു. ആൻഡ് ഇതെല്ലാം കാണാൻ കൂടിയായിട്ടാണ് ഞാൻ ഗുജറാത്ത് വന്നിട്ടുള്ളത്. ഗുജറാത്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇഷ്ടംപോലെ കൃഷി കാണാനുണ്ടെന്ന്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ മീ ടു ലീവ് ദിസ് പ്ലേസ്. ആൻഡ് അടിപൊളി മെമ്മറീസ് ആണ്. ഇതെല്ലാം കാണാൻ പറ്റിയുള്ള ഹാപ്പിനെസ് ഉണ്ട്. ആൻഡ് അടുത്ത ഒരു വീഡിയോ, അടുത്ത കൃഷിയോ അടുത്ത എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ജീൻ സൈനിങ് ഓഫ്, ബൈ.